ആനയും കേരളവും തമ്മിലുള്ള ബന്ധം കേവലം ഒരു സംസ്ഥാന മൃഗമാണ് എന്ന വിശേഷണത്തിൽ ഒതുങ്ങുന്നതല്ല. സത്യം പറഞ്ഞാൽ ആന കേരളത്തിലെ വിശേഷങ്ങൾ എപ്പോഴും വിനോദത്തിനപ്പുറം ചരിത്രത്തിന് കൂടി പ്രാധാന്യം ഉള്ളതാണെന്ന് നമുക്കറിയാം അല്ലെ. അത്തരത്തിൽ ആദ്യം പറയേണ്ട പേരുകളിലൊന്നാണ് കോടനാട്. ആ കോടനാടിന്റെ ആനക്കളരിയും ആന പരിശീലന കേന്ദ്രത്തിനൊപ്പം തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു പേര് കൂടിയാണ് അഭയാരണ്യം എക്കോ ടൂറിസം മേഖലയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. സാധാരണ ആനകളെ നമ്മൾ നാട്ടിൽ കാണും അല്ലെങ്കിൽ കാട്ടിൽ കാണും. പക്ഷേ എലിഫന്റ് ക്യാമ്പ് ആക്ച്വലി കേരളത്തിൽ തന്നെ വളരെ ചുരുക്കമാണ് ഉള്ളത്. സോ അതിൽ തന്നെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ വന്ന് നിൽക്കുന്നത്. ആ വിശേഷങ്ങളിലൂടെയാണ് തെക്ക് വടക്കിന്റെ ഇന്നത്തെ അധ്യായം പോകുന്നത്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തെക്ക് വടക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ആന പോലെ വലുപ്പമുള്ള ഒരു എപ്പിസോഡാണ്. തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും എന്നുള്ള രീതിയിലേക്ക് ആന പരിശീലന കേന്ദ്രം അപ്പോൾ പിടിച്ചു കൊണ്ടുവന്നു എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് തന്നെ പലപ്പോഴും പല ദേഹാസ്വസ്ഥ്യങ്ങൾ കൊണ്ടും പരിക്കുകൾ കൊണ്ടും ഒക്കെ കാട്ടിൽ പെട്ടുപോകുന്ന ആനകളുണ്ട്. സോ അവരെ കൂടി എത്തിച്ച് പാർപ്പിച്ച് എല്ലാ ശുശ്രൂഷകളും നൽകി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ സ്പെഷ്യൽ ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടർ നന്നായിട്ട് പരിചരിച്ച് നമ്മുടെ ആനക്കുട്ടികളെ ആ ഒരു പഴയ ശക്തിയിലേക്ക്, പഴയ ഒരു പൂർവാധികം ശക്തിയോടെ തിരിച്ചു കൊണ്ടുവരുന്നു എന്ന് പറയുന്ന രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ അവർക്ക് പറഞ്ഞു കൊടുക്കാം. അതെ, അതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം, ഇവിടെ ടിക്കറ്റ് റേറ്റ്സ് എന്ന് പറയുന്നത് അഡൽട്ടിന് 50 റുപ്പീസും ചിൽഡ്രന് 20 റുപ്പീസും ആണ്. പിന്നെ സ്കൂൾ കുട്ടികളുണ്ടെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് വേറെ ഉണ്ട്. അത് നിങ്ങൾ തന്നെ ഡയറക്റ്റ് ആയിട്ട് വന്ന് അന്വേഷിച്ച് നോക്കിക്കോളൂ. അപ്പൊ കയറി കാഴ്ചകളൊക്കെ കണ്ടല്ലോ. യെസ്. ഏകദേശം 2011 കൂടിയിട്ടാണ് ഇപ്പൊ കാണുന്ന അഭയാരണ്യം എന്ന സ്ഥലത്തിലോട്ട് മൃഗങ്ങളെ മാറ്റി തുടങ്ങിയത്. പക്ഷെ അതിനേക്കാൾ മുമ്പ് ഇതൊരു സൂ ആയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ കോടനാടിലുള്ള ആനകളെ, കുറേയേറെ പരിശീലിപ്പിക്കുന്ന ആനകളെ പരിമിതികൾക്ക് അപ്പുറം വരുന്ന ആനകളെ മാറ്റി പാർപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ വനത്തിനുള്ളിൽ നിന്ന് കിട്ടുന്ന പരിക്കളോട് കിട്ടുന്നതും അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായുള്ള അനിമൽസിനെയാണ് അവിടെ സൂല് കൊണ്ടിരുന്നത്. അന്ന് ഏകദേശം 2 കിലോമീറ്ററോളം ഇവിടുന്ന് ദൂരപരിധിയിലാണ് അതൊരു സൂ ആയിട്ട് ആളുകൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. അന്ന് കുറേയേറെ മൃഗങ്ങളുണ്ടായിരുന്നു. പിന്നീട് 2011 ഇങ്ങോട്ട് മാറ്റുന്ന സമയത്ത് ആന, മാൻ, മ്ലാവ് അതൊഴികെ ബാക്കി എല്ലാ മൃഗങ്ങളെയും തിരിച്ച് കാട്ടിലേക്ക് തന്നെ അവർ വിടുകയായിരുന്നു എന്നുള്ളത്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് ആലോചിച്ചു, എന്തുകൊണ്ട് ഈ ആനകളെയും ഈ ഒരു ഇതിന് ശേഷം ശുശ്രൂഷയ്ക്ക് ശേഷം കാട്ടിലേക്ക് അയച്ചുകൂടാ എന്നൊരു ചിന്ത നമ്മുടെ മൈൻഡിൽ വന്നു. പക്ഷേ കുറച്ച് നാളുകളും മനുഷ്യന്മാരുടെ കൂടെ മനുഷ്യവാസത്തിൽ ആ ഒരു ശീലമാക്കിയ ആനകളെ തിരിച്ച് കാട്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഇവിടുന്ന് അറിയാൻ സാധിച്ച ഒരു വിവരം. അതെ, നമുക്ക് മറ്റേ തിരിച്ചുള്ള ഒരു വരവിലെ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുന്നുള്ളൂ. എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പല സൂ കാഴ്ചകളാണെങ്കിൽ പോലും നമ്മൾ കയറി വരുമ്പോൾ ഒരു എൻട്രൻസ് കാഴ്ച കാണാൻ പറ്റും. പക്ഷേ ഇവിടെ അതിൻ്റെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് സൂല് മാത്രമാണ്. കാരണം ഫോറസ്റ്റിനുള്ളിലാണ്. നമ്മൾ ഈ കാണുന്ന പോലെ കുറച്ച് ദൂരം പാതയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഈ കാണുന്ന ഒരു ബോർഡ് കാണുക. അത് കാണുമ്പോൾ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ കിടലൊരു ഫ്രെയിമിലോട്ടാണ് നമ്മൾ ഉള്ളിലോട്ട് കയറാൻ പോകുന്നത്. ഒരു ഫീൽ. നമ്മൾ നിൽക്കുന്നതും കാട്ടില്ല. അപ്പൊ എന്നാലും നടന്നു കയറാം. അകത്തെ കാഴ്ചകൾ ആദ്യമായിട്ടാണ് ഒരു സൂ, കാടിനകത്തുള്ള ഒരു സൂ ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. ആദ്യമായിട്ടാണ്. അതെ, അതുകൊണ്ട് തന്നെയാണ് ആ പേര് എടുക്കുന്നതും അരണ്യത്തിൽ നിന്ന് അഭയാരണ്യം, അഭയം നൽകുന്ന ആരണ്യം, കാട്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഒരു വനത്തിനുള്ളിൽ എങ്ങനെ നമ്മൾ കാണുന്ന മൃഗങ്ങൾ കാണുന്ന അതേ രീതിയിലേക്കുള്ള ഒരു ഫീൽ തന്നെ ഉണ്ട്. സാധാരണ രീതിയിൽ സൂവിൽ പോകുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ഒരു ഗ്രില്ല് കൊണ്ട് ആകിരണം ചെയ്യുകയോ ഒരു കൂട്ടിലാകപ്പെട്ട പോലെ ഉണ്ട്, എത്രത്തോളം സ്പേസ് ഉണ്ടെങ്കിൽ പോലും. പക്ഷെ അതൊക്കെ ഒറ്റ നോട്ടത്തിൽ കണ്ടതിൽ ഓപ്പൺ ആണല്ലോ, ചാടി പോലോ എന്ന് തോന്നിപ്പോകും അല്ലെ. പക്ഷെ അടുത്ത് എത്തുമ്പോഴാണ് അതിന്റെ ആ ഒരു ഇത് നമുക്ക് മനസ്സിലാവുന്നത്. അവർക്ക് വാസ്റ്റ് ആയിട്ടുള്ള വലിയ ഏരിയാസ് ഉണ്ട് അവിടെ. ഇതേപോലെ തന്നെ ഇലകളും അതുപോലെ പുല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞത് മാനും അതുപോലെ മ്ലാവുമാണ്. അതെ, ഏകദേശം ഇന്ത്യയിൽ തന്നെ 8 തരം മാനകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ കലമാനം, പുള്ളിമാനം, കേഴമാനം ഒക്കെ ഉൾപ്പെടെ എന്നുള്ള രീതിയിലേക്ക്. അത്തരത്തിൽ ഒരു സെക്ഷനിൽ പുള്ളിമാനെ ഭയങ്കരമായിട്ട് ഓപ്പൺ ആയിട്ട് ഇട്ടിട്ടും ഇപ്പുറത്തേക്ക് ആ വിഭാഗത്തിൽ തന്നെ പെടുന്ന മ്ലാവുകളും എന്നുള്ളതാണ്. ഇതിൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കുറച്ചുകൂടി വിദൂരത്തിൽ അവിടെ അപ്പുറത്തെ ഒരു സെക്ഷൻ കൂടി കാണാനുണ്ട്. എന്തായാലും കണ്ട് പോവാം.
ഐ മീൻ യെസ് മാൻ. നമ്മൾ നടന്ന് 200 മീറ്റർ കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇനിയും ഒരു 200 മീറ്ററും കൂടെ ഉണ്ട് ആനയെ കാണാൻ പോവാൻ. അതെ, നമ്മൾ മാന്റെ സെക്ഷൻ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാം. ഓൾമോസ്റ്റ് ഒരു 300-ലധികം മാനുകൾ ഇവിടെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. സോ നമുക്ക് എണ്ണാൻ പറ്റില്ല, പക്ഷെ എന്നാലും അത്രയൊക്കെ കാണും. അതെ. ഇനി ആനകൾ ഇവിടെ ഉള്ളത് 7 ആനകളാണ് ഇവിടെ ഉള്ളത്. അതിൽ 2 എണ്ണം നാട്ടാനയാണ്. അതായത് നാട്ടിൽ നിന്നും എന്തെങ്കിലും ഓരോരോ കാരണങ്ങൾ കൊണ്ട് കൊണ്ടുവന്ന് ഇവിടെ ശുശ്രൂഷിക്കുന്ന 2 ആനകളെയും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആനകളുടെ ദുർഗുണ പരിഹാര പാഠശാല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം അവരൊരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് സ്റ്റേ ഒക്കെ കിട്ടുന്ന സമയത്ത് ഇവിടെയാണ് അവർ കൊണ്ടുവരുന്നത്. പക്ഷെ അത് തെളിവ് വന്നു തുടങ്ങി. സാധാരണ ആനക്കാഴ്ചകളിൽ നമുക്ക് എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പാപ്പന്മാരോടാണ് ചോദിക്കാറല്ലേ. പക്ഷെ ഇത് കൃത്യമായിട്ട് ക്യാമ്പിലേക്കുള്ള എൻട്രിയിൽ തന്നെ ഞാൻ എന്താ, ഇവിടുന്ന് എങ്ങനെയാണെന്നുള്ള വിശദ വിവരം പേരോട് കൂടി തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയുള്ള 7 ആനകളും ആരൊക്കെയാണെന്ന് സുനിത, ആശ, പാർവതി, അഞ്ജന, ഹരിപ്രസാദ്, ചന്ദ്രു ആൻഡ് അഭിമന്യു. ക്ലാസ്സിൽ പ്രശ്നം വിളിക്കണം. ഇതിൽ ഹരിപ്രസാദും അതുപോലെ തന്നെ അഭിമന്യുവും ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പല കാരണങ്ങൾ കൊണ്ട് നാട്ടിൽ നിന്നും പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഈ ഒരു അഭയാരണ്യത്തിലേക്ക് കൊണ്ടുവന്ന് ചേർത്തവരാ. നേരത്തെ പറഞ്ഞ പോലെ ദുർഗുണ പരിഹാര പാഠശാലയിൽ അംഗങ്ങളായിട്ട് വേണമെങ്കിൽ പരിഗണിക്കാൻ പറ്റും. ഒന്ന് കണ്ണുവെട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാനും പറ്റും ഹരിപ്രസാദിനെ. നമ്മുടെ നാട്ടിലെ അല്ലെ ഉത്സവങ്ങളിലൂടെ റോഡിലൂടെ ഒക്കെ പോകുന്ന ഒരു നാട്ടാന പ്രതീതി നമുക്ക് ഇപ്പോഴും ആ ഭാവത്തിൽ കാണാൻ പറ്റും. മറ്റു ആനകളിലൊക്കെ വ്യത്യാസം കറക്റ്റ് അറിയുന്നുണ്ട്. മനുഷ്യന്മാരുടെ കൂടെ വളർന്നതും കാട്ടിൽ വളർന്നതും നല്ല രീതിയിൽ വ്യത്യാസം അറിയുന്നുണ്ട്. അപ്പൊ എന്തായാലും പേരുകൾ വായിച്ചുകൊണ്ട് തന്നെ ഈ പേരുകളുടെ ഉടമസ്ഥരിലേക്ക് പോവാം അല്ലെ. ബോർഡിൽ കണ്ട ആനകളുടെ എണ്ണം 7 ആയിരുന്നു അല്ലെ. പക്ഷെ കണ്ട കാഴ്ചകളിലെ 6 മാത്രമേ എത്തിയുള്ളൂ. ഒരാൾ മിസ്സിംഗ് ആയിരുന്നു. എവിടെ എന്ന ചോദ്യത്തിലുള്ള ഉത്തരം നമ്മുടെ സ്വന്തം ചന്ദ്രു. വെറും ചന്ദ്രു അല്ല, ഇലാണ്ടി ചന്ദ്രു. ഒരു പക്ഷെ കാട്ടിൽ നിന്ന് വന്ന വരവിന്റെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആനത്തൊട്ടിൽ അതിഥിനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റും. പിന്നെ ഏറ്റവും ഒടുവിൽ വന്നതാണ്. ഇവിടുത്തെ ആനകളുമായിട്ട് ഇടപഴകി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഒരു കാടിന്റെ അന്തരീക്ഷത്തിനുള്ളിൽ തന്നെ. ഇപ്പൊ മറ്റേതാണെങ്കിൽ കാടിനുള്ളിലാണെങ്കിൽ പോലും സെപ്പറേറ്റ് ഒരു കോൺക്രീറ്റ് ബീമും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അവരോട് ഇടപഴകാറായിട്ടില്ല. ആക്ച്വലി 2017 മണ്ണാർക്കാട് വന ഏരിയയിൽ വെച്ചിട്ടാണ് ഇവനെ കിട്ടുന്നത്. സോ അതിനുശേഷം ഇവിടെ കൊണ്ടുവന്ന് ആക്കിയേക്കാണ്. ഇനി പതിയെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവനെ നമുക്ക് ആ കൂട്ടത്തിൽ കാണാം. കുറച്ചങ്ങോട്ട് മാറി ഒരു ഫ്രെയിമിലോട്ട് നോക്കുന്ന സമയത്ത് ഒരു പക്ഷേ ആനക്കേരളത്തിൽ ഇത്രത്തോളം ചർച്ചയായിട്ടുള്ള വാർത്തകൾ ഇടം പിടിച്ച് മറ്റൊരു ആന ഉണ്ടോ എന്നുള്ളതിന് സംശയമാണ്. അത്തരത്തിൽ കേട്ടൊരു പേര് കൂടിയാണ് അരിക്കൊമ്പൻ എന്നുള്ളത്. അപ്പോൾ അത്രത്തോളം മാറ്റി പാർപ്പിക്കുന്നു എന്നുള്ളതിൽ കേട്ട പേരുകളിൽ ഒന്നായിരുന്നു അഭയാരണ്യം. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നുള്ള ഇവിടെ ഓൾറെഡി ഈ ചട്ടക്കൂട് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് മുൻപ് ആനുണ്ടായിരുന്നത്. പക്ഷെ കുറച്ചുകൂടി അതിനെ നവീകരിച്ച് വിപുലീകരിച്ച് ഇവിടേക്ക് മാറ്റി പാർപ്പിക്കുന്നുള്ള. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്താ പറയുക, അരിക്കൊമ്പനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചില്ല. ആ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ അതിനുശേഷം ഇവിടെയുള്ള സാധാരണ ഇവിടെ കൊണ്ടുവരുന്ന ഇവിടെ അഭയാർത്ഥികളായി വരുന്ന ആനകളെ അവിടെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. സോ എങ്കിൽ പോലും ഇപ്പൊ പുല്ലൊക്കെ പടർന്ന് കിടക്കണം കാണുമ്പോൾ ശരിക്കും ഇപ്പൊ ആനകൾ അധികം ഒന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അവസാനം വന്നിരിക്കുന്നത് നമ്മുടെ പിലാട്ടി ചന്ദ്രുവാണ്. അതിനുശേഷം വേറെ ആനകളൊന്നും ഇവിടെ വന്നിട്ടില്ല. അതെ. അപ്പൊ ചന്ദ്രുവിന്റെ ഈ കാടിൽ നിന്നുള്ള ഒറ്റപ്പെട്ട ജീവിതം മാറി അല്ലെ, ലോൺലിസ് ഒക്കെ മാറിയിട്ട് അങ്ങോട്ട് അവരൊപ്പം പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് പോവാം അല്ലേ. കാടിനെയും കാട്ടരുവിനെയും നിലനിർത്തിക്കൊണ്ട് തന്നെ എത്രത്തോളം വിനോദോപാധികൾ അതിൽ ഉൾപ്പെടുത്താൻ പറ്റും എന്നതിന്റെ വലിയൊരു ഉദാഹരണം തന്നെയാണ് അല്ലെ. നമ്മൾ നടക്കുന്ന നടവഴികൾക്കൊപ്പം തന്നെ പ്രകൃതിയും ആസ്വദിക്കാം. അതിൽ തന്നെ നമ്മൾ സ്ഥിരം കാണുന്ന പോലെ കുട്ടികളുടെ പാർക്കും കഫറ്റേരിയയും അല്ലെ, കുറേയേറെ കാഴ്ചകൾ ഉൾപ്പെടുന്നുണ്ട് അല്ലെ. അതെ. അതായത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഞങ്ങളിപ്പോ നിൽക്കുന്ന ഈ കാടിൽ ആക്ച്വലി ഈ ബാക്കിൽ കാണുന്ന മരങ്ങളൊക്കെ എന്താണെന്ന് അറിയാമോ? ഇത് സാധാ മരങ്ങളല്ല, ഇവയാണ് റെഡ് സാൻഡൽ അഥവാ രക്തചന്ദ്രം എന്ന് പറയുന്ന മരം. സോ ഇതിന്റെ കാതലാണ് നമ്മൾ വീട്ടിലും അതുപോലെ ആയുർവേദ ശാലകളിലൊക്കെ നമുക്ക് കിട്ടും രക്തചന്ദ്രനായിട്ട്. സോ ഇതിന്റെ കാമ്പാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ കുറെ എണ്ണം നമുക്ക് നിൽക്കുന്നുണ്ട് അല്ലെ. ചിലതൊക്കെ കാതിൽ പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് മെല്ലെ ഈ അരുവി കാഴ്ചകളിലൂടെ തന്നെ കുട്ടികളുടെ ഏരിയയിലേക്ക് പോവാം.
യെസ്, അങ്ങനെ നല്ല പച്ചപ്പിനുള്ളിൽ കുറച്ച് കളർഫുൾ പരിപാടി അല്ലേ. എപ്പോഴും എവിടെയും പാർക്ക് ഉണ്ടെങ്കിൽ കുറച്ച് കുട്ടികൾക്ക് ഇഷ്ടമാണ് അല്ലെ. നമ്മളൊരു ഫാമിലി ആയിട്ട് പോകുന്ന സമയത്ത് അങ്ങനെ ഒരു ഫൈനൽ പോയിന്റിലോട്ട് എത്തുന്ന സമയത്താണ് റെസ്റ്റ് ചെയ്യാനും, നമുക്ക് കുറച്ച് മുതിർന്നവർക്ക് റെസ്റ്റ് ചെയ്യാം, കുട്ടികൾക്ക് വേണ്ടിയിട്ട് കളിക്കാം. ഈ റെസ്റ്റ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അടുത്ത് തന്നെ ക്യാൻറ്റീൻ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് തിന്നുകൊണ്ട് റെസ്റ്റ് ചെയ്യാം, പിള്ളേർ ഇവിടെ കളിച്ചുകൊണ്ട് ആഘോഷിക്കട്ടെ. ആൻഡ് തീർച്ചയായിട്ടും പൊതുവെ ഒരു കാടിനുള്ളിലായതുകൊണ്ടും പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഡിസംബറിന്റെ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ വലിയ വെയിലൊന്നും ഇല്ല. പക്ഷെ ഡിസംബർ ആണ്, എന്താണ് ക്രിസ്മസ്. ക്രിസ്മസ് എന്ന് പറയുന്നത് എനിക്ക് ഒരു വോയിസും ഇല്ല. കാരണം ഇന്ന് ഞാൻ തെക്കുവടക്കിൽ നോർമൽ നമുക്ക് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാം, ആഘോഷിക്കാം നിങ്ങളുടെ ഒപ്പം എന്നുള്ള പ്ലാനിലൊക്കെ വന്നാണ്. ഞാൻ ചുമ്മാ റെഡും വൈറ്റ് കിട്ടു വന്നപ്പോ മൂഡ് വന്നു. ഇത് കാടല്ലേ വിചാരിച്ചിട്ടാണ് നമുക്ക് സ്ഥലം ഇവിടെയാണ് ഞാൻ ആഘോഷിക്കാൻ പോകുന്നത്. എന്തായാലും കാട്ടിൽ എന്തായാലും ക്രിസ്മസ് നടക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എറണാകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മൈൻഡിൽ വരുന്ന ഫോട്ടോ വെച്ചും ബ്രോഡ്വേ ഒക്കെയാണ് അല്ലെ. അതിന്റെ ക്രിസ്മസ് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും മെല്ലെ ഒരു സെലിമൂഡ് അവിടെ പിടിക്കാം. ഒറ്റ കണ്ടീഷൻ ഉള്ളൂ, എന്താണ് ഈ കോളത്തിൽ അവിടെ കേട്ടില്ല. ഇതിനേക്കാളും ഫ്രീക്ക് ആയിട്ട് ഞാൻ ക്രിസ്മസ് ആഘോഷിക്കാൻ ഫോട്ടോ ചെയ്യലുണ്ട്. അപ്പൊ അവിടെ കാണാം. ഹേ ഹലോ, വെൽക്കം ബാക്ക് ടു തെക്കുവടക്ക്. അങ്ങനെ അമീനെ മെല്ലെ ഉടുപ്പിക്ക് ഇടിപ്പിച്ച് ഒരു മിനി സാൻഡേ ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ക്രിസ്മസ് മൂഡ് വരുമ്പോൾ ശരിക്കും ആ ഒരു ഫീൽ കിട്ടണം എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പൊ സത്യത്തില് ഇവിടെ ഫോർട്ട് കൊച്ചി വൈബ് ഫസ്റ്റ് ടൈം ആണ്. ഞാൻ ആദ്യമായിട്ടാണ് എറണാകുളത്ത് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫോർട്ട് കൊച്ചിയാണ് ക്രിസ്മസ് ആഘോഷിക്കണമെങ്കിൽ, എറണാകുളത്ത് ക്രിസ്മസ് ആഘോഷിക്കണമെങ്കിൽ നിങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് തുടങ്ങണം എന്നൊരു കാര്യം കേട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഞാനിവിടെ ആദ്യമായിട്ടാണ് എന്നെ ഒരു കൊച്ചു കുട്ടിയെ കൊണ്ട് നടന്ന് കാണിപ്പിക്കുന്ന പോലെ എല്ലാം കാണിപ്പിക്കണം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സാധാരണ രീതിയിൽ കേരളത്തിൽ അങ്ങോളം പല ജില്ലകളിൽ പലതരം ആഘോഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയി കഴിഞ്ഞാൽ എല്ലാ കണ്ടുകളും കൊച്ചിയിലോട്ട് വരും എന്നുള്ളതാണ് അല്ലെ. ശരിക്കും ഒരു ക്രിസ്മസ് മൂഡ് ബ്രോഡ്വേ ആണെങ്കിൽ മറൈൻ ഡ്രൈവ് ആണെങ്കിൽ ലൈറ്റിന്റെ ഒരു ഫീൽ ഒക്കെ ഉണ്ട്. പക്ഷെ അതിന് മുമ്പായിട്ട് എനിക്ക് ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ കുറച്ച് ആളുകൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഒരു ബീച്ച് വൈബിൽ എത്തുന്ന സമയം കൂടിയാണ്. അപ്പൊ 2-3 ദിവസം കൂടി ഉള്ളൂ ക്രിസ്മസിന്. അപ്പൊ ഇവരുടെ ആഘോഷങ്ങൾ എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് മെല്ലെ നോക്കാം. അവരോട് നമുക്ക് ചോദിച്ചറിയാം. നമുക്കൊരു ഫാമിലിയൊക്കെ കിട്ടി അവരോടൊക്കെ വർത്താനം പറഞ്ഞ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. സോ പോവാം. കൊച്ചി കാഴ്ചകളിൽ ഒരു രീതിയിലും നമ്മൾ മിസ് ചെയ്യാത്ത ഒന്നാണ് ഫോർട്ട് കൊച്ചി അല്ലെ. ഫോർട്ട് കൊച്ചി ബീച്ചുകളാണെന്നുണ്ടെങ്കിലും മറ്റേ ജ്യൂസ് റേറ്റ്സിലൂടെയൊക്കെ പോകുന്ന സമയത്താണെങ്കിലും ഒത്തിരി വിശേഷങ്ങളോട് നമ്മൾ തെക്കുവടക്കിൽ പോയിട്ടുണ്ട്. പക്ഷേ ക്രിസ്മസ് ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ ഒരിക്കൽ കൂടി കൊച്ചിയിൽ വരാതെ എങ്ങനെയാണ് അല്ലെ. അതെ, അതും എസ്പെഷ്യലി ഫാമിലി ആയിട്ട് വരുമ്പോൾ, ക്രിസ്മസിന്റെ വൈബിൽ ഫാമിലി ആയിട്ട് വരുമ്പോൾ അതിന്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ്. സോ ആ ഒരു വൈബിൽ തന്നെ നമുക്കൊരു ഫാമിലി നമ്മളൊപ്പം ജോയിൻ ചെയ്യാണ്. നമസ്കാരം. ഈ ഹായ്ക്ക് ശബ്ദം കുറവാണല്ലോ, കുറച്ച് ഹായ്, വലിയ ഹായ് പറയൂ. എന്താണ് വിശേഷം? വിശേഷം നന്നായിട്ട് പോകുന്നു. വിശേഷം പറഞ്ഞതിന് മുമ്പ് ആദ്യം ഒന്ന് പരിചയപ്പെടുത്തി. എന്റെ പേര് മേഘ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഓക്കെ, ഞാൻ ദിനില, ഇവിടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആണ്. ഞാൻ ദേവ്യാനി. ഉണ്ട്. ഈ ഓർഡർ പോയുള്ളൂ, ഇങ്ങനെ മിസ് ചെയ്തിട്ടുണ്ട്. പേരെന്താ? പേരെന്താ? തൻവി. തൻവിയാണോ? തൻവി എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? UKG. ഒരുമിച്ചാണ് ബീച്ചിൽ വരാനുള്ള തീരുമാനമെങ്കിലും ബീച്ച് മുതലെടുത്തുള്ളത് ശരിക്കും തന്നെയാണ്. കയ്യിലൊക്കെ മണ്ണായി ഫുൾ സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. കഷ്ടപ്പെട്ടാണ് ഇവിടെ പിടിച്ചു കൊടുത്ത് നിർത്തിയുള്ളത് അല്ലെ. ശരിക്കും ആരൊക്കെയാണ് നിങ്ങൾ? ആരൊക്കെയാണ്? റിലേറ്റീവ്സ് ആണോ, ഫ്രണ്ട്സ് ആണോ, എങ്ങനെയാണ്? ഇതെന്റെ ചേച്ചി, ചേച്ചിയുടെ മോള്, ഇതെന്റെ മോള്. ഈ ബാംഗ്ലൂരിൽ നിന്നും കൊച്ചി വന്ന് ക്രിസ്മസ് ആഘോഷിക്കണം എന്നുള്ളൊരു പ്ലാൻ വരാൻ കാരണം എന്താ? യൂഷ്വലി എല്ലാ ലീവ്സിനും ചേച്ചിയുടെ അടുത്ത് വരാം, വരുന്നു. ഇവിടെ വരും. സോ ഇവിടുത്തെ സ്പെഷ്യൽ എന്താ? ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ഒരു ഓർമ്മ എന്താ? ഒരു പക്ഷേ ചൈൽഡ്ഹുഡിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ മാരേജിന് ശേഷം ഏറ്റവും ബെസ്റ്റ് ക്രിസ്മസ് ഓർമ്മ എന്താ ശരിക്കും? ഫാമിലിയുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിച്ച് പാട്ടെല്ലാം കേട്ട് പാർട്ടി ചെയ്യുന്നത്. പാട്ട് പാടും ചെയ്യും. അല്ല, ഞാൻ ബാംഗ്ലൂരിലാ ജനിച്ചതും വളർന്നതും എല്ലാം. സോ വെരി വെക്കേഷന് മാത്രമേ ഇവിടെ വരും. അതുകൊണ്ട് എന്റെ സ്ലാങ് ഒരുമാതിരി കന്നഡ മിക്സ്. അപ്പൊ എന്തായാലും ഫോർട്ട് കൊച്ചി വൈബിൽ ഇവിടെ ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ക്രിസ്മസ് ആകുമ്പോൾ സാധാരണ രീതിയിൽ ക്രിസ്മസ് ഗിഫ്റ്റ് ആണ് ഓർമ്മ വരിക അല്ലെ. സാന്ത കുറേയേറെ ഗിഫ്റ്റ് ഒക്കെ കയ്യിൽ പിടിച്ചു വരിക എന്നുള്ളതാണ്. അത്തരത്തിൽ കുറെ ഗിഫ്റ്റ്സ് ഒക്കെ ഞങ്ങളിലുണ്ട്. അതെ, ഇപ്പൊ എന്നെ കണ്ടില്ല, ഞാൻ ഈ വെള്ളയും ചോപ്പൊക്കെ ഇട്ടിട്ട് ഒരു സാൻഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. വെറും കൈയോടല്ല, ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പൊ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ സാരിക്ക് കണ്ടീഷനുള്ള സാൻഡാണ്. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. സോ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങളുമായിട്ട് ബാംഗ്ലൂർക്കും പത്തനംതിട്ടയ്ക്കും പോവാം. ഓക്കെ, ഞാൻ ഒരു ചിത്രം കാണിക്കാം. ഈ ഫോട്ടോയ്ക്കകത്ത് ഒരു സിനിമ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് നോക്കിയിട്ട് ഇത് ഏതാണ് എന്നുള്ള രീതിയിലേക്ക്. ശരിക്കും ആ മൂവിയിലെ ഹീറോ ആൻഡ് ഹീറോയിൻ ആൺകൂടിയാണ് അതില്. ഓക്കെ, ആ നാരായണമുട്ടായി എന്ന് പറഞ്ഞല്ലോ, അത് മെയിൻലി ആ മൂവിയിലൊരു പ്രധാന ഒരു ഉണ്ടായിരുന്നു അല്ലെ. ട്വിസ്റ്റ് ഒക്കെ വന്നത് അതിലാണ്. അല്ലെങ്കിൽ പക്ഷേ ചേച്ചിക്ക് കിട്ടുമായിരിക്കും, കാരണം മേഘ ബാംഗ്ലൂർ ആയ കാരണം
ഞാൻ കാണും മലയാള സിനിമ. മൂവി കാണാറുണ്ടല്ലോ. പോട്ടെ, രണ്ടുപേരും നായകനായിട്ടുള്ള പടങ്ങൾ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടും. രണ്ടുപേരും നായകന് നായികയായിട്ട് വരുന്നു. അതിന്റെ ഒപ്പം തന്നെ ഈ നാരങ്ങ മിഠായി ആ സിനിമയിലെ ഇവരുടെ ഇടയിൽ വരുന്ന പ്രധാന അയ്യോ കിട്ടി. ദിലീപൊക്കെ ഉള്ളൊരു തെങ്കാശി പട്ടം. അങ്ങനെ സാന്റ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ഇനി നമ്മളത് കൊടുക്കുകയാണ് അല്ലേ? ആദ്യം തന്നെ ഒയസ്കോ ഫ്രൈഡ് ചിക്കൻ മസാല കിറ്റ്, വൈവിധ്യമാർന്ന രുചികൾക്ക് ഒയസ്കോ നൽകുന്ന നല്ലൊരു സമ്മാനം. നെക്സ്റ്റ് വൺ മാമിയ വെൽനസിന്റെ നല്ലൊരു സമ്മാനം. ചർമ്മ സംരക്ഷണത്തിന് ആയുർവേദ ചേരുവകൾ നൂതന സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുത്ത കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾക്ക് മാമിയ വെൽനസ് കമ്പനി, ദ ആക്യുറേറ്റ് കോമ്പോസിഷൻ ഓഫ് ഹാപ്പിനെസ്. 100% വസ്ത്രങ്ങൾക്കും കൈകൾക്കും സുരക്ഷിതം നൽകുന്ന സൂര്യ വാഷിംഗ് സോപ്പ്, 100% വെജിറ്റബിൾ ഓയിലിൽ നിർമ്മിച്ചത് നൽകുന്ന നല്ലൊരു സമ്മാനം. ഞങ്ങളുടെ സൂര്യ കോമഡിയുടെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. അപ്പൊ ഹാപ്പി ക്രിസ്മസ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ നമ്മുടെ വ്യൂവേഴ്സിനോട് ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞാലോ? ഹാപ്പി ക്രിസ്മസ്. അങ്ങനെ കൊച്ചിയിലെ ക്രിസ്മസ് ആഘോഷങ്ങളെ അല്ലേ ഇങ്ങനെ തകർത്തിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്കൊരു കിടലൻ ഫാമിലി കൂടെ നമ്മളൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. സോ ക്രിസ്മസ് വിശേഷങ്ങളായിട്ട് സാർ നമസ്കാരം. നമസ്കാരം. എന്റെ പേരെങ്ങനെയാണ്? ഷൈജു. ഓക്കെ, എവിടെ നിന്ന് വരുന്നു? ഷൈജയുടെ ഒന്ന് ആദ്യം ഒന്ന് പരിചയപ്പെടുത്തി എല്ലാവർക്കും ഒന്ന് കേൾക്കട്ടെ. അവർ പേരൊക്കെ ഒന്ന് പറഞ്ഞവരുടെ ഇങ്ങനെയാണോ? ഇത്തിരി നാണങ്ങളുള്ള കൂട്ടത്തിലാണോ അതോ കുറച്ച് വീട്ടിലെത്തുമ്പോ പുലിയാണോ, സ്ട്രിക്റ്റ് ആണോ? ഇത് ഇവൻ വന്നപ്പോ തൊട്ട് ഭയങ്കര ഹാപ്പിയാണ്, ഒരു നാണമില്ല. അങ്ങനെ ഇതായി ആഘോഷങ്ങൾ ഇവിടെ എങ്ങനെയുണ്ട്? ഒരു വൈബ് അടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്ലാനിൽ വന്നതാണോ? അതിന്റേതായ ഒരു സന്തോഷം ഉണ്ട്. എന്ത് ചെയ്യുന്നത്? പെറ്റ് ഷോപ്പ് ഇവിടെ തന്നെ, കൊച്ചിയിൽ തന്നെ. ഉപ്പ എങ്ങനെ പൊതുവെ കളിപ്പനായിട്ടുള്ള ഉപ്പയാണോ? എന്താ തുറന്നു പറഞ്ഞോ? ഉപ്പയിൽ മാറ്റണം ആഗ്രഹമുള്ള ഒരു സ്വഭാവം എന്താ? അങ്ങനെയൊന്നുമില്ല, എല്ലാത്തിനും സപ്പോർട്ടാണ്. ഇപ്പൊ കലോത്സവത്തിന്റെ ഒക്കെ ആയാലും എല്ലാത്തിനും സപ്പോർട്ടാണ്. കലാകാരിയാണ്. പാട്ടൊക്കെ പാടും. അപ്പൊ ഏത് പാട്ട് വേണമെന്ന് ചോദിക്കേണ്ടത് പാടിയാൽ മതി അല്ലേ? അപ്പൊ എന്തായാലും ക്രിസ്മസ് ആഘോഷങ്ങൾ കുറച്ചും കൂടി കൊഴിപ്പിക്കാൻ വേണ്ടി കിടലും പാട്ട് വരാൻ പോവാണ്. മൈക്ക് പിടിച്ച് പാടിപ്പോ. കരുണാമയൻ റബ്ബിൻ സ്നേഹിതൻ ഇബ്രാഹിം ഖലീലായവൻ ഇഹ പരലോക നായകൻ തൊട്ടിലുറങ്ങുമ്പോൾ തെല്ലുമേ നോവാകെ നിന്നെ ആട്ടി കണ്ണാലെ ചുംബി ചോദി ഉള്ളാലെ നീരിന്നാദി. ഒട്ടും പ്രതീക്ഷയില്ലാട്ട ഇത് ലെവൽ. പ്രത്യേകിച്ച് ഇപ്പൊ ഇൻസ്റ്റയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്ന സോങ് കൂടിയാണ്. പാട്ടുകളൊക്കെ പാടി റീലാക്കി ഇടാറുണ്ടോ? ഇട്ടിട്ടുണ്ട്. ഹിറ്റ് ആയിട്ടുണ്ട്, ഓൾറെഡി വൈറൽ ആയിട്ടുണ്ടാവില്ല. അത്രയും ഭംഗിയായിട്ട് പാടി. യെസ്. അപ്പൊ എന്തായാലും നല്ല കിടിലൻ പാട്ടോട് കൂടി തന്നെ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് കുറെ ക്രിസ്മസ് ഗിഫ്റ്റ് ഒക്കെ തരാൻ ആഗ്രഹമുണ്ട്. പാട്ടിന്റെ ഒപ്പം കുറച്ച് ഭംഗിയായിട്ടുള്ള ഉത്തരങ്ങളും കൂടി വരുന്ന പ്രതീക്ഷയാണ് അല്ലേ? യെസ്. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ ഞങ്ങൾ തരുന്ന കിടിലൻ ഗിഫ്റ്റ്സുമായിട്ട് നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലോട്ട് വൈപ്പിലോട്ട് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ പറയട്ടെ. ഒരു സിനിമയുടെ പേര് ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് നോക്കിയാൽ ഏതാണ് മൂവി എന്നുള്ളത് ഗസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് കുറേയേറെ കിടലൻ ഗിഫ്റ്റ്സ് ഒക്കെ ഇട്ടപ്പോ ഒന്ന് എന്തൊക്കെ കാണുന്നതെന്ന് മെല്ലെ മെല്ലെ വായിച്ചു നോക്കിയപ്പോ കിട്ടും. ഇതെന്താ ഉത്തരം പറയുന്ന ആൾ മൈക്കിൽ പറഞ്ഞോളൂ. അല്ല, ആദ്യത്തെ എന്താ? ഒരു അടുത്ത എന്താ? അതിലെന്താ എന്താ ഉണ്ടോ? എവിടെ? പിന്നെ മറ്റേത് ഉണ്ടോ? അങ്ങനെ പടം കണ്ടോ? ആരാ നായകനാരാ? അല്ല, ഇത് സന്തോഷം വന്നിട്ടുണ്ട്. പക്ഷെ റൈറ്റ് ആൻസർ ആണെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പാണ്. ലൈഫിൽ വിശ്വസിച്ച് ലോക്ക് ചെയ്യുന്നു. ഓക്കെ,
അപ്പോ അൺഫോർച്ചുനേറ്റ്ലി correct answer ആണ്. Super. അങ്ങനെ ക്രിസ്മസ് ആഘോഷങ്ങളല്ലേ, നല്ല പാട്ടും പാട്ടിന്റെ ഒപ്പം ഗിഫ്റ്റും ആയിട്ട് നമ്മൾ അങ്ങനെ ആഘോഷിക്കാൻ പോവാണ്. Ready? So, അപ്പോ എന്തായാലും ഗിഫ്റ്റ്സിൽ ആദ്യം തന്നെ ഒയസ്കോ ഫ്രൈഡ് ചിക്കൻ മസാല കിറ്റ് നൽകുന്ന നല്ലൊരു സമ്മാനം, വൈവിധ്യമാർന്ന രുചികൾക്ക് ഒയസ്കോ. അടുത്തതായി മാമിയ വെൽനസ്, ചർമ്മ സംരക്ഷണത്തിന് ആയുർവേദ ചേരുവകൾ നൂതന സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുത്ത കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾക്ക് മാമിയ വെൽനസ് കമ്പനി, ദ ആക്യുറേറ്റ് കോമ്പോസിഷൻ ഓഫ് ഹാപ്പിനെസ്. നെക്സ്റ്റ് വൺ, 100% വസ്ത്രങ്ങൾക്കും കൈകൾക്കും സുരക്ഷിതത്വം നൽകുന്ന സൂര്യ വാഷിംഗ് സോപ്പ്, 100% വെജിറ്റബിൾ ഓയിലിൽ നിർമ്മിച്ചത്. അടിപൊളി. ഹാപ്പി. നമുക്ക് എല്ലാവർക്കും കൂടെ നല്ലൊരു വിഷു പറയാം. ഹാപ്പി ക്രിസ്മസ്. അങ്ങനെ ഇത്രയും നേരം കൊച്ചിയിലെ ക്രിസ്മസ് കാഴ്ചകളിലും വിശേഷങ്ങളിലായിരുന്നു തെക്കുവടക്ക് പോയിക്കൊണ്ടിരുന്നത്. ഫൈനലി നമ്മിന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് അല്ലെ. കേക്ക് ഇല്ലാതെ ആഘോഷം ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ്. സോ എന്തായാലും സൂര്യ കോമഡിയുടെ ഈ ഒരു സ്പെഷ്യൽ കേക്ക് നമ്മൾ ഇന്ന് ഇവിടെ കട്ട് ചെയ്യാൻ പോകുന്നത്. ഒപ്പം കുറച്ച് കിടിലൻ ആൾക്കാർ. സോ ഇപ്പൊ എന്തായാലും നൈഫ് വേണ്ടേ? പെർമിഷനോട് കൂടിയിട്ട് തുടങ്ങല്ലേ? ഓക്കെ. ഞാൻ ഇവിടത്തെ ഏറ്റവും കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ആൾ കൊടുത്താണ്. ഓക്കെ. എന്നെ ഇത്രയും പുരുഷാരവത്തിൽ ഒരൊറ്റ സ്ത്രീയേ ഉള്ളൂ അല്ലെ? ആൾക്ക് സ്പെഷ്യൽ ചെയ്യാം. ഓക്കെ. അവനും കൊടുക്കണം. അപ്പൊ നോക്കി നിൽക്കണം. ഓക്കെ. ആൻഡ് സൂര്യ കോമഡിയുടെ തെക്ക് വടക്കിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹാപ്പി ക്രിസ്മസ്.